ഓം നമ ശിവായ. നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ചോദ്യമാണ്, ഒട്ടുമിക്ക മലയോര പ്രദേശങ്ങൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ, അതേപോലെ കാട് പ്രദേശങ്ങൾ, അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന വീടുകളിൽ, അതേപോലെ നോർമൽ വില്ലേജിലൊക്കെ നാഗങ്ങൾ വീടുകളിലൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അറിയാതെ നാഗങ്ങളെ ഓടിക്കുമ്പോൾ ചിലവർ അതിനെ ഒരു അടിച്ചു കൊല്ലും, ഒരു ഹരമായിട്ട് കൊല്ലും. ചിലവർ ഓടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും കൊല്ലരുത്. കാരണം നമ്മുടെ നിലനിൽപ്പ് അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നാഗത്തിനെ ഇവിടെ വരുന്ന എല്ലാവരോടും ഞാൻ ചില പ്രശ്നങ്ങളായിട്ട് വരുന്നവർ ഞാൻ വ്യക്തമായിട്ട് ചോദിക്കാറുണ്ട്, നാഗങ്ങളെ കൊന്നിട്ടുണ്ടോ എന്നുള്ളത്. ചില പ്രശ്നങ്ങൾ അറിയുമ്പോൾ കറക്റ്റായിട്ട് നാഗങ്ങൾ അതിൻ്റെ സിഗ്നൽ തരും. അപ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് സ്കിൻ ഡിസീസസ്, പിന്നെ വരുന്നത് മാനസിക പ്രശ്നങ്ങൾ, ധനം വന്നതിലും ഇരട്ടി പോകുന്നത്, കടബാധ്യതയായിട്ട് തന്നെ കിടക്കുന്നത്, കടം എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി, പിന്നെ ദാമ്പത്തിക പ്രശ്നങ്ങൾ, സന്താനങ്ങളെ കൊണ്ട് പ്രശ്നങ്ങൾ, ചിലർക്ക് സന്താനം ഉണ്ടാവത്തില്ല, ഗാർഹിക കലഹങ്ങൾ, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇവയൊക്കെ നാഗദോഷം വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും നാഗദോഷം ആയിട്ടില്ല, ബട്ട് സിമിലർ ടു. അപ്പോൾ ആ എനർജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ദോഷങ്ങൾ, ഇതേപോലത്തെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് വേറെ തലം ആയിരിക്കും, നാഗദോഷം ആയിരിക്കില്ല. അത് എനർജി പാസിങ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവും നാഗദോഷം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നാഗങ്ങൾ വരുന്നു. അപ്പോൾ ഇത് എന്താണ് സിഗ്നൽ തരാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ നമ്മളെ കാക്കാനാണ് വരുന്നത്, നമ്മളെ രക്ഷിക്കാൻ. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് എനർജി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വരുന്നത് വഴി നിങ്ങളുടെ നെഗറ്റീവ് എനർജി അവർ വലിച്ചെടുക്കും. ഇപ്പോൾ പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയാറുണ്ട്, അവരവരുടെ സ്കിന്ന് പാട വിടിയിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. കാരണം നിങ്ങളുടെ നെഗറ്റീവ് അവരെടുത്ത് ആ നെഗറ്റീവ് കളയുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നതെന്ന് പണ്ടത്തെ തമിഴന്മാരുടെ കാരണവന്മാരൊക്കെ പറയാറുണ്ട്. അത് സത്യമാണ്. അവർ പട പൊഴുന്നത് തന്നെ അവരവരുടെ, ഇപ്പോൾ ന്യൂക്ലിയർ കുടുംബം ആയതുകൊണ്ടാണ്. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ ആ കൂട്ടുകുടുംബത്തിന് കുലദേവതയുണ്ട്, കുലനാഗങ്ങളുമുണ്ട്. ചിലത് വൈഷ്ണവം, ചിലത് ശൈവം എന്ന് മാത്രമേ ഉള്ളൂ. നാം വിചാരിക്കേണ്ട ഞാൻ ന്യൂക്ലിയർ ആയിട്ട് ജീവിക്കുന്നു, എനിക്ക് നാഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഈ ഭൂമിയിൽ ജനിച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് നാഗ, സെക്കൻഡ് പ്രയോറിറ്റി ഈസ് ആദിത്യ. കൺകണ്ട രണ്ട് ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നാഗവും ഈ പറയുന്ന ആദിത്യനും. അതുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി ഇല്ലാതെ നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും ഒരു കാര്യവും നടക്കില്ല. അത് ഡെഫിനറ്റാണ്. നിങ്ങൾ എത്രയോ പണം മുടക്കി നിങ്ങൾ ഈ പറയുന്ന അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും താന്ത്രികനെ വിജിച്ച് കർമ്മങ്ങൾ ചെയ്താലും നാഗങ്ങൾ ഹാപ്പിയല്ല, നിങ്ങളുടെ കുടുംബത്തിലെ നാഗങ്ങൾ ഹാപ്പിയല്ല, ദാറ്റ് മീൻസ് നത്തിങ്. നിങ്ങളുടെ ഒരു കർമ്മവും അവിടെ ഫലം ചെയ്യില്ല. ഞായറാഴ്ചകളിൽ ചെയ്യേണ്ട ആദിത്യ പൂജ, ഇത് ഇപ്പോൾ നാഗവും ആദിത്യനും ഒരു കുടുംബത്തിൽ കംഫർട്ടാണെങ്കിൽ ആ കുടുംബം ഒരു കാരണവശാലും താഴത്തോട്ട് പോകത്തില്ല. നല്ല ഫെയിമോടെ മേളിലോട്ട്, മീൻസ് ഉയർച്ചയിലേക്ക് വരും.
മേളിലോട്ട് പോകുന്നു വിചാരിക്കരുത് ചത്തുപോകുന്നു, അല്ല, ഉയർച്ചയിലേക്ക് വരും. അപ്പോൾ ഈ നാഗങ്ങൾ ഇങ്ങനെ വരുന്നത് വഴി നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, കാരണം വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് കൈയൊക്കെ അങ്ങോട്ട് വിറയ്ക്കും, കൊല്ലണം എന്നുള്ളത്. ചില കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പാമ്പുകൾ വരുന്ന എല്ലാവർക്കും പേടിയായി, കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന്. സോ അങ്ങനെയുണ്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ച് പറമ്പുണ്ടെങ്കിൽ, പറമ്പിലെ കന്നിമൂലയിൽ, അതായത് പടിഞ്ഞാറ് തെക്ക് മൂലയിൽ മണ്ണാണെങ്കിൽ മണ്ണിൽ ജസ്റ്റ് ഒന്ന് കുഴിയെടുത്തിട്ട് തൂശാനില വാഴയില ഇല്ലെങ്കിൽ സ്റ്റീലല്ലാത്ത തട്ടം, കുഴിയുള്ള തട്ടത്തിൽ പാല്, ഒരു പഴവും കുറച്ച് പഞ്ചസാര. പഴം എടുക്കുമ്പോൾ തൊലി പൊളിഞ്ഞ് വേണം അതിൽ പാലിലിടാൻ, കുറച്ച് പഞ്ചസാര ഇടുക. ഇത് ചെയ്യേണ്ട ദിവസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യണമെന്നാണ്. പക്ഷെ നിങ്ങൾക്ക് സിറ്റുവേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ആഴ്ചയിൽ 2 ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട്, അതായത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട്, ഈ 100 പാലും എന്നാണ് ഞങ്ങൾ പറയാറ്, നിങ്ങളും അത് തന്നെയായിരിക്കും പറയുന്നത്. സാധാരണ കാവുകളിലാണ് വെക്കാറ്, അതേപോലെ ഈ പറയുന്ന നാഗക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ ചെയ്യാറ്. പക്ഷേ നമുക്ക് വീടുകളിലും ചെയ്യാം. കാരണം നമ്മൾ കുടുംബത്തിലല്ല താമസിക്കുന്നത്, കുടുംബത്തിലാണ് നമ്മുടെ കാവും എല്ലാം പരദേവതകളൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളുടെ ജോലി, അതേപോലെ സിറ്റുവേഷനൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ, നാഗദോഷം വരാതിരിക്കാൻ, ഇപ്പം നമ്മൾ കുടുംബം കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പറയുന്ന ദോഷങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ആ കുടുംബമായിട്ട് വഴക്കിട്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ കുടുംബത്തിൽ പോകാൻ പറ്റാത്ത രീതിയിൽ ദൂരമുണ്ടാവും, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാവുന്ന, നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റിയ, അവിടെ താന്ത്രികന്മാരൊന്നും കിട്ടത്തില്ല. ഈവൻ നമ്മൾ ഇവിടെ ആണെങ്കിൽ തന്നെ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി തന്ത്രിനെ, പൂജാരിനെ ഒന്നും വിളിക്കേണ്ട, നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് കുഴിവുള്ള തട്ടം എടുക്കുക. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ മണ്ണുണ്ടാവും, മണ്ണ് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കുഴിവാക്കി അതിൽ നമ്മൾ ഈ പാലും പഴവും പഞ്ചസാരയും ഇടുക. പഴം ഇടുമ്പോൾ തൊലി ഫുള്ള് പൊളിച്ചിട്ട് വേണം ഇടാൻ. പറ്റുമെങ്കിൽ ചെറിയൊരു പന്തം തെളിയിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോറിഡോറിൽ കുറച്ച് ചെറിയൊരു മൺചട്ടി, ചിരാതിൽ വിളക്ക് കത്തിക്കുക. പിറ്റേ ദിവസം അതെടുത്ത് കളയുക. ഇപ്പോൾ പുറത്തൊന്നും കളയാൻ പറ്റാത്തതുകൊണ്ട് കളയുക. ജസ്റ്റ് അന്ന് അതിൻ്റെ അംശം അവരെടുത്തോളൂ. പിറ്റേ ദിവസം അതെടുത്ത് കളയുക. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് തളിച്ചാൽ മതി. അപ്പോൾ നാഗങ്ങൾ വന്നാൽ മാത്രം ഇത് ചെയ്യണമെന്നില്ല. നാഗപ്രീതിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളവർക്ക് നാഗത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും നമ്മളിത് ചെയ്യും. നമുക്കാകെ ചിലവുള്ളത് പശുവിൻ പാല് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ പാക്കറ്റ് പാൽ. ഇപ്പോൾ സിറ്റിയിലുള്ളവർക്കൊന്നും ഈ പറയുന്ന പശുവിൻ പാല് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു പാക്കറ്റ് ചിലവേ ഉള്ളൂ, ഒരു പാക്കറ്റ് 2 പഴത്തിൻ്റെയും ചിലവേ ഉള്ളൂ. പഞ്ചസാര പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ട് തന്നെ. അപ്പോൾ ഇത് നിങ്ങൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യുക, കഴിവുള്ളവർ. അപ്പോൾ കഴിവില്ലാത്തവർ, മീൻസ് ധനപരമായിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് വേണം ഇത് ചെയ്യാൻ. അതായത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. കാരണം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കരുത്, നമ്മൾ പോയി കാല് കഴുകി ഉറങ്ങുക. ആരെങ്കിലും വരുന്നുണ്ടോ അതൊന്നും നോക്കരുത്. ഇത് വെച്ച് അങ്ങോട്ട് പുറം തിരിഞ്ഞു നോക്കാതെ പോവുക, വീട്ടിൽ കാലും കഴുകി ഉറങ്ങുക. നമ്മൾ കുളിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അത് ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ശുദ്ധിയോടെ വേണം ചെയ്യാൻ. അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറി ഒന്നുകൂടി കാലും കൈയും മുഖവും കഴുകുക, അത്രേ വേണ്ടൂ. ഇത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് കാണാം. എല്ലാ ആഴ്ചയും ചെയ്യുക. കാരണം നമുക്ക് ചിലവർ ചോദിക്കുക ഇത്ര ചെയ്താൽ മതിയോ, അങ്ങനെ ചോദിക്കരുത്.
കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഡെവലപ്മെൻ്റാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കണക്ക് വെച്ചാൽ അവരും കണക്ക് വെക്കും. അപ്പോൾ ആ തരത്തിൽ പോകാതെ നമ്മുടെ നിലനിൽപ്പാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിയാണ്, അത് നല്ല രീതിയിൽ പോവുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ